എപ്പോഴും വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്നത് ലോകത്ത് വലിയ ചർച്ചകളാകുന്നുണ്ട്. ഇന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു ഗുഡ് ന്യൂസായിട്ട് വന്നിട്ടുള്ളത് മൊസാദിൻ്റെ ചങ്ങലകളെ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ്. ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്, ലോകമാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ലോകത്ത് എമ്പാടും മൊസാദ് എന്ന് പറയുന്ന ചങ്ങലകൾ അല്ലെങ്കിൽ അവരുടെ വലിയൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങൾക്ക് ഭയപ്പാടില്ല. ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഇവരുമായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു സംഘർഷത്തിലെത്തിയത് തന്നെ ഇറാൻ്റെ മേലിൽ വന്നിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രോണുകളൊക്കെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടുകളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഉടനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഈ മൊസാദിൻ്റെ ആളുകളാണ് ഉണ്ടാക്കിയത്. പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പരിപൂർണ്ണ അർത്ഥത്തിൽ അറസ്റ്റ് നടന്നിട്ടില്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയൊരു ഓപ്പറേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് മൊസാദിൻ്റെ ആളുകളെ ഞങ്ങൾ പിടിച്ചെടുക്കുകയും രഹസ്യാന്വേഷണ ഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പാർപ്പിക്കുകയും ചോദ്യങ്ങൾ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തെളിയുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം നേരത്തെ തന്നെ വേണ്ട വിധത്തിൽ വാങ്ങിച്ച് കൂട്ടിയതാണ് ഇസ്രായേൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും. ഇനിയും മൊസാദിൻ്റെ എണ്ണപ്പെട്ട ആളുകൾ കൂടി പിടിക്കപ്പെടുകയാണെങ്കിൽ പണി എളുപ്പമാകില്ല എന്നുള്ളതിൽ ഉറപ്പിക്കാൻ പറ്റും. ട്രംപ് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാട്ടം ഇല്ല എങ്കിൽ പോലും നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് മൊസാദിൻ്റെ ആളുകളല്ല, ഇസ്രായേലിനെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊസാദ് എന്ന പേരിൽ നിങ്ങളെ ഭൂമികയിൽ അല്ലെങ്കിൽ ഇറാൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചവരാണ്, ഞങ്ങളിപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകരെയൊന്നും അങ്ങോട്ട് അയച്ചിട്ടില്ല എന്നുള്ള വാദങ്ങളൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിന് കൊടുക്കുന്നത്. പക്ഷേ ഇറാൻ അത്ര വലിയ മന്ദബുദ്ധികളല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ചോദ്യം ചെയ്തിട്ട് നിങ്ങളെ പൗരന്മാരാണെന്ന് തെളിയുകയാണെങ്കിൽ കൃത്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും, അത് നിങ്ങൾ താങ്ങാനാവുന്നതാണെങ്കിൽ താങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പശ്ചാത്തല മാധ്യമങ്ങളിലൂടെ വന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിലേറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതിൽ മൊസാദിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആളുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വലിയ മുന്നേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആയുധപരമായിട്ട്, നയപരമായിട്ട്, തന്ത്രപരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്രായേൽ പരുങ്ങലിൻ്റെ ഭാഗത്താണ് ഉള്ളത്. അതുതന്നെയാണ് ലോകം ഇപ്പോൾ കാത്തിരുന്ന് കാണുകയും ചെയ്യുന്നത്. ആശ്വാസം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വാർത്ത വളരെ വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന